ഇന്ത്യൻ സാന്ത്വന ചികിത്സാ മേഖലയിലെ പാടി പുകഴ്ത്തപ്പെടാത്ത ഒരു നായിക നമ്മുടെ നാട്ടുകാരിയാണ് ഡോക്ടർ ലുലു മാത്യൂസ്. പാലിയേറ്റീവ് മേഖലയിൽ വിഷയവിദഗ്ധരുണ്ട്, പരിശീലകരുണ്ട്, പ്രവർത്തകരുണ്ട്, സംഘാടകരുണ്ട്. ഈ 4 തുറകളിലും ഒരേ സമയം പ്രവർത്തിച്ചു ലുലു ഡോക്ടർ. ഇന്ത്യയിൽ പാലിയേറ്റീവ് പ്രവർത്തകർ പിറക്കുന്നത് ഇന്ത്യൻ പാലിയേറ്റീവ് കെയർ ഫൗണ്ടേഷൻ കോഴ്സിലൂടെയാണ്. 2012 മുതൽ 2025 വരെ ഈ ദേശീയ പരിശീലന പരിപാടിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ ലുലു ആയിരുന്നു. ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമുള്ള പാലിയേറ്റീവ് കെയർ പരിശീലന പരിപാടിയുടെ അക്കാഡമിക് കോർഡിനേറ്റർ പദവിയും വഹിച്ചു. ഇന്ത്യയിലെ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നതിലും പങ്കാളിയായി. രാജ്യത്ത് പാലിയേറ്റീവ് കെയർ കോഴ്സിനായുള്ള പാഠപുസ്തകത്തിൻ്റെ എഡിറ്ററും മറ്റാരുമല്ല. 2017 മുതൽ ഈ പുസ്തകമാണ് ഇന്ത്യയിൽ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പുതിയ പതിപ്പ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം വിവിധ പാലിയേറ്റീവ് മെഡിസിൻ പാഠപുസ്തകങ്ങളിലെ പാഠഭാഗങ്ങളുടെ രചയിതാവ്, വിവിധ പാലിയേറ്റീവ് പരിശീലന പരിപാടികളിലെ ഫാക്കൽറ്റി എന്നിങ്ങനെയും ശ്രദ്ധേയ. ആയിരത്തി 1981 മുതൽ 2009 വരെ സർക്കാർ സർവീസിലായിരുന്നു. വിരമിച്ച ശേഷം ബ്രിട്ടനിലെ കാർഡിഫ് സർവകലാശാലയിൽ നിന്ന് പാലിയേറ്റീവ് മെഡിസിനിൽ ഡിപ്ലോമ നേടി. ആ അറിവ് നാടിനായി വിനിയോഗിച്ചുകൊണ്ടാണ് പാലിയേറ്റീവ് മേഖലയിൽ വിദഗ്ധമായ ഇടപെടൽ നടത്തിയത്. ലുക്കീമിയ ബാധിച്ച കുട്ടികൾക്ക് വേണ്ട ചെലവേറിയ മരുന്നുകൾ നൽകുന്ന തൃശൂരിലെ വി കെയർ എന്ന സംരംഭത്തിന് 1998 സർവീസിലിരിക്കെ തന്നെ തുടക്കം കുറിച്ചു. അർബുദബാധിതരായ കുട്ടികളെ തുണയ്ക്കുന്ന കോഴിക്കോട്ടെ CACCCAയുടെയും സ്ഥാപക. കോഴിക്കോട്ടെ പാലിയേറ്റീവ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കാഡമിക് ഡയറക്ടറുമായിരുന്നു. 72 വയസ്സിലും ദൈവശാസ്ത്രം പഠിക്കുന്നു. ഇപ്പോൾ തിയോളജി MA വിദ്യാർത്ഥിനി. സുറിയാനി ഭാഷയിൽ MAയ്ക്കും പഠിക്കുന്നു. കുട്ടിക്കാലത്ത് പള്ളികളിൽ കേട്ട കുർബാനയിലെ ഭാഷ പഠിക്കാൻ വേണ്ടി യേശു ക്രിസ്തു സംസാരിച്ച അരാമിക് ഭാഷ സുറിയാനിയുടെ ഭാഷാഭേദമാണ്. ഭർത്താവും പീഡിയാട്രിക് സർജറി പ്രൊഫസറുമായ ഡോക്ടർ ബോസ്കോ ജോൺ എല്ലാത്തിനും പ്രചോദനം നൽകി കൂടെ നിന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ് ഇന്നും കരുത്ത്. ഡോക്ടർ ലുലു ഇപ്പോൾ കോഴിക്കോട്ട് താമസിച്ച് രോഗബാധിതരായ കുട്ടികൾക്ക് പാലിയേറ്റീവ് തുണ നൽകുകയാണ്. മരുന്നുകൾക്കപ്പുറവും ചികിത്സയുണ്ടെന്ന്, കളിപ്പാട്ടങ്ങൾ മുതൽ വിനോദ സൗകര്യങ്ങൾ വരെ ചികിത്സയുടെ കരുക്കളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം എന്ന തിരുവചനം വിശ്വാസമാക്കിക്കൊണ്ട് ഞങ്ങൾ നമിക്കുന്നു ഇന്ത്യൻ പാലിയേറ്റീവ് മേഖലയുടെ ഈ നിശബ്ദ പ്രചോദനത്തെ. ഒരു മഹാരാജ്യത്തെ പാലിയേറ്റീവ് പരിചരണത്തിൻ്റെ ശാസ്ത്രവും പ്രയോഗവും കരുപ്പിടിപ്പിക്കാൻ നേതൃത്വം നൽകിയ അക്കാഡമിക് മികവിനെ. മക്കളോടും കുഞ്ഞുമക്കളോടുമൊത്ത് എല്ലാവരും വിശ്രമിക്കുന്ന പ്രായത്തിൽ രോഗബാധിതരായ കുഞ്ഞുങ്ങളെ തേടിപ്പോകുന്ന സഹാനുഭൂതിയെ. സന്നദ്ധ സേവന മേഖലയിലെ മികച്ച ഡോക്ടർക്കുള്ള കൈരളി പുരസ്കാരം ഡോക്ടർ ലുലു മാത്യുവിന്.